അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. ഈ ഗ്രാമത്തിന്റെ പേരെന്താണ്? ചിറവന്നൂർ ഗ്രാമം. അൽഹംദുലില്ലാ, ഞാൻ ഈ ഗ്രാമത്തിന്റെ പേര് ചോദിക്കാൻ കാരണം ഞാൻ കുറെ കാലങ്ങൾ കൊണ്ട് ഈ ഉസ്താദിനെ ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഫോണിൽ വർഷങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ഷെർവാനി ഉസ്താദ് ഒരുപാട് മേഖലകൾ, പ്രത്യേകിച്ച് ആ നിസ്കാര പാഠശാല എന്ന് പറയുന്ന ഒരു പുസ്തകം, ഈ ഒരു പുസ്തകം പ്രത്യേകിച്ച് വളരെ പ്രചോദനമാണ്. കാരണം ഒരു ജീവനുള്ള നിസ്കാരത്തിന് ജീവൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഈ അറിവെന്ന് പറയുന്നത്. ഈ അറിവ് പുസ്തകവും അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ആഴ്ചയിൽ, പ്രത്യേകിച്ച് നബിദിനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ നബിദിനം ആഘോഷിക്കുന്നത് ആഴ്ചയിൽ 2 ദിവസം മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു എന്ന്, ജന്മദിനം ആഘോഷിക്കുന്നു പറഞ്ഞ പുസ്തകമൊക്കെ പണ്ട് ഞാൻ ഉസ്താദിനെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഉസ്താദിനെ നേരിൽ കാണാൻ ഇന്നാണ് ഒരു ഭാഗ്യം കിട്ടിയത്. അതിനുള്ള കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വാവാഹാജിയാണ്. വാവാഹാജി എന്ന് പറഞ്ഞാൽ റിയാദിൽ വെച്ച് ഞങ്ങൾക്ക് ഉംറ സർവീസായിരുന്നു. അൽ മുനവ്വർ എന്ന് പറയുന്ന ഉംറ സർവീസ് നടത്തുകയും ഞാൻ ആ ഉംറ സർവീസിലൂടെ ഒരുപാട് വ്യക്തികളുമായിട്ട്, അതായത് ഒരു ബസ്സിൽ 50ഓളം ആൾക്കാരുമായിട്ട് മക്ക മദീന അങ്ങനെ ഒരുപാട് സർവീസ് നടത്തുകയും അന്ന് ഒരുപാട് സേവനങ്ങൾ കിട്ടി, അമീറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അൽഹംദുലില്ലാ, ആ ബന്ധം ഈ ഷെർവാനി ഉസ്താദിലേക്ക് നമ്മൾ എത്തിച്ചു. പണ്ടെനിക്ക് നമ്പർ തന്നെങ്കിൽ ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഷെർവാനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ SSFന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ ഇസ്ലാമികമായ പ്രവർത്തനത്തിന് ഒരുപാട് ഊർജ്ജം ചെലവഴിച്ച ആ അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഉസ്താദെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. അപ്പോൾ ഉസ്താദിന്റെ ഈ വന്ന ആ പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് മാറ്റങ്ങളും, അതിലെ ഉസ്താദിന്റെ ആ സഞ്ചാരപഥത്തിൽ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഗുണപാഠങ്ങൾ സ്വീകരിക്കാനുണ്ട്, അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ വലിയ ഉപകാരപ്പെടും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നിങ്ങളുമായി സംബന്ധിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ഒരു ദീനീ പ്രവർത്തകനായ ആജീവനാന്തം അഹോരാത്രം ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് പുതിയതായ മാതൃകകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമാണ് സലാം മുസ്ലിയാരുത് എന്നാണ് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടുമ്പോൾ എനിക്ക് മനസ്സിലായത്. അൽഹംദുലില്ലാ, ഇങ്ങനൊരു അഭിമുഖം നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ എന്ന് വെച്ചാൽ SSFന്റെ ജന്മത്തിന് തന്നെ കാരണമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ ഞാൻ പഠിച്ചു കൊണ്ടിരുന്ന ആ കാലത്ത് അവിടുത്തെ വിദ്യാർത്ഥി സമാജമായ നൂറുൽ ഉലമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് SSFന് രൂപം നൽകുന്നത്. SSFന്റെ ജന്മം നൽകിയത് നൂറുൽ ഉലമയാണ്. അന്ന് ഞാൻ നൂറുൽ ഉലമ സമിതി അംഗമാണ്. ആ നിലക്ക് അതിനു വേണ്ടി പ്രവർത്തിച്ചതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് SSF എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനമാണ് SSF. അത് ഈ തലമുറ അന്ന് മുതൽക്ക് കൈമാറി വന്ന ആ ദീപശിഖ, ആത്മീയമായ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും SSFന്റെ ആത്മീയ ഭാവത്തിന് യാതൊരു ഭംഗം വന്നിട്ടില്ല എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്നാമതായി അതിൽ ജോലി അംഗങ്ങളായ പലരും ഇന്നും തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്. അത് കാണുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷമാണ്. നമ്മൾ ആ പ്രവർത്തിച്ച പ്രവർത്തനം ഫലവത്തായി എന്ന് ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘടനയെ, അതിനുവേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഉത്തുംഗതയിലെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, പിന്നെ ഉസ്താദിന്റെ ഈ രചനാ രംഗത്ത് വന്നതും ഇന്ന് മറ്റുള്ള മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഉസ്താദ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഈ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൽ തുടക്കത്തിൽ, അതായത് ഒരു വിദ്യാഭ്യാസപരമായി വളരെ മുന്നേറാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് സുന്നി പ്രവർത്തകന്മാർ, സുന്നി ജാഗരണം ഉണ്ടാവുന്നത്. ആ സമയത്ത്
ഈ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ശുഷ്കിച്ചതായ ഒരു കാലഘട്ടത്തിലായിരുന്നു 960-കളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഒരുപാട് ഉസ്താദന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ അറബി മലയാളത്തിലും അല്ലാത്ത അറബിയിലും തന്നെ ധാരാളം ഗ്രന്ഥരചനകളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ പിന്നെ വന്നപ്പോൾ പിന്നെ ഈ അറബി മലയാളത്തിനൊക്കെ ഒരു മാറ്റം വരികയും മലയാളം രംഗത്ത് വരികയും ചെയ്ത സന്ദർഭത്തിൽ കൂടുതൽ ഈ നമ്മുടെ ആളുകൾക്ക് അറബി മലയാള ഭാഷയുമായി ബന്ധമില്ലാത്തതിൻ്റെ പേരിൽ വിദഅത്ത് കക്ഷിക്കാർ ആ രംഗത്ത് വന്നുകയും അവരവരെ മികവ് പുലർത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് നമ്മൾ അൽ മുബാറക്ക് തുടങ്ങിയ പത്രങ്ങൾ, നമ്മളെ സുന്നി ടൈംസ്, സുന്നി വോയിസ്, അൽ മുബാറക്ക്, അൽ ഇർഫാദ് തുടങ്ങിയ പത്രങ്ങളിലൂടെ പിന്നെ നമ്മൾ ആ സാഹിത്യരംഗം പിടിച്ചടക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വാരികയായിരുന്നു അൽ മുബാറക്ക്. ബിദ്അത്തുകാരുടെ കടന്നുകയറ്റത്തിന് ഒരു പരിധി വരെ തടയിടാൻ കഴിഞ്ഞത് അൽ മുബാറക്ക് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പിന്നെ സാഹിത്യരംഗത്തേക്ക് ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ആ രംഗത്തൊക്കെ വിശാല പോലെയുള്ള വാരികളും അതുപോലെ സുന്നി വോയിസ് തുടങ്ങിയ മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വലിയ മികവുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന് അടിത്തറ നമുക്ക് കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.